എല്ലാ മനുഷ്യരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എനിക്കെപ്പോൾ ഒരു വിടുതൽ ലഭിക്കും? അതിനൊരു ഉത്തരമാണ് ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചു. എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇരുട്ടിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവനായിരിക്കണം. കാരണം യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഒരിക്കൽ യേശു നമ്മെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചമായ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന നാം ഓരോരുത്തരും വെളിച്ചമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ ദൈവത്തിന്റെ മുൻപാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. 2, എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്ന് വിടുവിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പം പ്രാണനെ മരണത്തിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിക്കുക. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും വിടുവിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത ചില മേഖലകളിൽ ദൈവം നിനക്കൊരു വിടുതൽ തരുവാൻ ആഗ്രഹിക്കുക. തകർന്നു പോകും, തച്ചുടഞ്ഞു പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടരുത്. ദൈവം നിനക്കൊരു വിടുതൽ തന്നിട്ട് നീ ജീവന്റെ പ്രകാശത്തിൽ നടക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് 27-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പോൾ അവൻ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്, യഹോവ എൻ്റെ വെളിച്ചയും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. എന്നിട്ട് താഴോട്ട് വായിച്ചു ചെല്ലുമ്പോൾ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. അതിന്റെ കാരണം എന്താ? തൻ്റെ ജീവിത അനുഭവത്തിൽ താൻ പറയുകയാണ്, എന്നെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ഇവിടെ വെളിപ്പെടുത്തുക, മരണത്തിൽ നിന്ന് വിടുതൽ തന്നു, കാലുകളെ ഇടർച്ചയിൽ നിന്ന് വിടുവിച്ചു. എന്തിനാ? നീ ജീവന്റെ പ്രകാശത്തിൽ നടക്കണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ജീവന്റെ പ്രകാശത്തിൽ നടന്നുകൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, മരണദൂത ശക്തികൾ താണ്ഡവ നൃത്തമാടുവാൻ കൊതിക്കുന്ന മേഖലകളിൽ മരണത്തിൽ നിന്ന് വിടുതലുകൾ തന്ന് കുരുക്കി താഴെയിടുവാൻ ശ്രമിക്കുന്ന കുരുക്കുകളുടെ മുമ്പിൽ കാലുകളെ ഇടർച്ചകളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമേ, അങ്ങയുടെ ജീവന്റെ പ്രകാശത്തിൽ നടക്കുവാൻ കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ആ പ്രകാശത്തിൽ നടക്കാം, കർത്താവിനെ ഫോളോ ചെയ്യാം. ഗോഡ് ബ്ലെസ് യു.